മോളെ, അച്ഛനിത് എവിടെയാ? ഞാൻ കുറച്ച് ദൂരെയാ മോളെ. രജനി ചേച്ചിയെ കാണാൻ ഗിരീഷേട്ടന് വീട്ടിൽ പോയിരുന്നു അല്ലേ? രജനി പറഞ്ഞോ മോളോട്? ഇല്ല, അച്ഛനെ അന്വേഷിച്ച് ഗിരീഷേട്ടൻ ഇറങ്ങിയത് ഞാൻ പറഞ്ഞിട്ടാ. ഗിരീഷേട്ടന കാര്യങ്ങളൊക്കെ പറഞ്ഞത്. മോള് ഫോൺ വെച്ചോ, ഞാൻ എത്തിക്കോളാം. കുറച്ചുകൂടി കഴിയട്ടെ, നിങ്ങൾ കിടന്നോ? ഇല്ല, പറ്റില്ല. അച്ഛൻ വന്നിട്ട് ഇവിടെ ആരും ഉറങ്ങുന്നുള്ളൂ. അച്ഛാ, ഒരു പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടിന്ന് വെച്ചിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? തെറ്റ് ചെയ്തിട്ടില്ലാന്ന് അച്ഛന് വിശ്വാസം ഉണ്ടെങ്കിൽ പിന്നെ അച്ഛൻ ആരെ പേടിക്കണം? മോളെ, ഇങ്ങനെയൊക്കെയുള്ള ആരോപണം വരുമ്പോ ഒരാൾ പേടിക്കുന്നത് അയാളുടെ ഭാവി ഓർത്തിട്ടല്ല, വീട്ടുകാരെ കുറിച്ച് ഓർത്തിട്ടാ. മോളുൾപ്പെടെ എല്ലാവരും ഞാൻ കാരണം നാണം കെട്ട് നിൽക്കുകയല്ലേ. അങ്ങനെയാണെങ്കിൽ മീരയുടെ കേസിന്റെ സമയത്ത് ഞാൻ കാരണം അച്ഛനൊക്കെ അനുഭവിച്ചതോ? അവസാനം സത്യം തെളിഞ്ഞില്ലേ? അപ്പൊ ഞാൻ നിരപരാധിയാണെന്ന് മനസ്സിലായില്ല എല്ലാവർക്കും. ഇവിടെയും സത്യം തെളിയുന്നത് വരെ അച്ഛൻ ക്ഷമിച്ചു നിൽക്കണം. എന്തിന്റെ പേരിലായാലും ഉള്ളിലെ നന്മയും സത്യവും നിലനിൽക്കുന്നിടത്തോളം കാലം ആരെയും ഭയപ്പെടരുതെന്ന എന്റെ അഭിപ്രായം. മറ്റുള്ളവർ ഭാര്യയും മക്കളും ബന്ധുക്കളും സംശയത്തോടെ കണ്ടെന്നിരിക്കും. അത് സത്യം ബോധ്യപ്പെടാത്തത് വരെ തുടരുകയും ചെയ്യും. യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇവിടെ. പക്ഷേ അച്ഛൻ അവിടെയും എന്തിനേക്കോ ഭയപ്പെടുന്നു അല്ലേ? ഇങ്ങനെ പേടിച്ച് മാറി നിന്നാ എല്ലാരും കൂടുതൽ സംശയിച്ചാലും തെറ്റു പറയാൻ പറ്റുമോ? മോളുടെ വാക്കുകൾ അച്ഛന് ശക്തി തരുന്നു. കുറച്ചു നേരത്തെ ഗിരി സംസാരിച്ചപ്പോഴും എനിക്കൊരു ആത്മവിശ്വാസം കിട്ടി. അച്ഛൻ ആരും ആത്മവിശ്വാസം തരേണ്ട ആവശ്യമില്ല. കാരണം മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം കൊടുക്കുന്ന ആളാ അച്ഛൻ. അച്ഛൻ വരണം, ധൈര്യമായിട്ട് എല്ലാം ഫേസ് ചെയ്യണം. രജനി ചേച്ചിക്കും ഇപ്പൊ ദേഷ്യമൊക്കെ മാറിയെന്നാ പറഞ്ഞു. അമ്മയും നന്ദുവും ദേഷ്യം കാണിക്കുമായിരിക്കും. പക്ഷെ സത്യം തുറന്നു പറയുന്നത് വരെ അതും അച്ഛൻ സഹിച്ചേ പറ്റൂ. ഞാൻ വരാം, തീർച്ചയായും വരാം മോളെ. ശരി അച്ഛാ, താങ്ക് യു. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.